CPM-ന്റെ നേതാക്കൾ വലിയൊരു പങ്കിനും ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, ക്രിമിനലുകളെ നേതാവാക്കുന്നതാണ് അല്ലെ നേതാക്കളാക്കി വളർത്തുന്നതാണ് CPM-ന്റെ രീതിയെന്ന്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത്തരമൊരു ആരോപണം സുരേന്ദ്രൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. അവിടെ കാപ്പ പ്രതിയായിട്ടുള്ള ശരൺ ചന്ദ്രൻ എന്ന് പറയുന്ന മുൻ BJP-യുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന് BJP-ക്ക് പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരാളാണ്. പക്ഷേ അയാളെ CPM സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു തന്നെ രക്തഹാരം അണിയിച്ച് അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംഭവമാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള സമീപനമാണ്. കാരണം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാരണമായിരിക്കാം, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുണ്ട മാഫിയ സംഘങ്ങളിൽപ്പെട്ട ആളുകളെ പാർട്ടി പുറത്താക്കുന്നതാകാം. രണ്ടും സംഭവിക്കാവുന്ന. ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പുറത്താക്കപ്പെട്ട ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റ് പാർട്ടികൾക്ക് സ്വീകരിക്കാം. അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ ആശയത്തിനോടും പ്രത്യയശാസ്ത്രത്തിനോടും എതിർത്തത് കൊണ്ട് അയാൾ പുറത്തു പോകുന്നതാണ്. അയാൾക്ക് ഇഷ്ടമുള്ള ആശയത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പാർട്ടിയെ അയാൾക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഗുണ്ട മാഫിയ സംഘങ്ങളിൽ പ്രവർത്തിച്ച ഒരാളെ പുറത്താക്കിയാൽ അയാളെ മറ്റൊരു പാർട്ടി സ്വീകരിച്ചാൽ അത് നല്ലതല്ല. ആ കീഴ്വഴക്കത്തിൻ്റെ അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സമീപനമാണത്. അങ്ങനെ വരുന്ന സമയത്ത് അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരികയും ഈ ക്രിമിനലുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത് വ്യാപകമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അക്രമങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും നിത്യസംഭവമായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ കേരളത്തിൽ. അന്ന് ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കളെ ഓരോ പാർട്ടിക്കും ആവശ്യമായിരുന്നു. കാരണം ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബുള്ളി ചെയ്യാനായിട്ട്, അവരെ ശരിക്കും കീഴ്പ്പെടുത്താനായിട്ട്, അധീശത്തിലാക്കാനായിട്ട് പാർട്ടികൾക്ക് കഴിയുമായിരുന്നു. അങ്ങനെയാണ് പാർട്ടികൾ പലപ്പോഴും ശക്തിപ്പെട്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യം ഏറ്റവും ശക്തമായിരുന്ന കോൺഗ്രസ് ആയിരുന്നില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്തുടർച്ച എന്ന നിലക്ക് ഏതാണ്ട് എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ അനുഭാവികളും കോൺഗ്രസിൻ്റെ നേതൃനിരയിലും പ്രവർത്തിക്കുന്നവർ. പിന്നീടാണ് അതിന് മാറ്റം വരുന്നത്. കുറേ ആളുകൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളായി മാറി, അവർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കമാകും. ആ കാലഘട്ടങ്ങളിൽ സംഘടനകളെന്ന് പറയുന്നത് സർവ്വവ്യാപകമായ രീതിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന. അപ്പോൾ ഈ ഗുണ്ടകളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എതിരാളിയെ അടിച്ചൊതുക്കാനും ഇടിച്ചൊതുക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ അവർക്കൊരു ആവശ്യമായിരുന്നു, അങ്ങനെ അവരെ കൊണ്ടുവരുമായിരുന്ന രീതി അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റിക്സ് കുറേ കൂടിയൊക്കെ വികസിച്ച് കുറേ കൂടിയൊക്കെ ഓപ്പണായി മാറിക്കഴിഞ്ഞ സമയത്ത് ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയായി തീർന്നു. അങ്ങനെ അവരെ സ്വീകരിക്കാത്ത രീതിയിലെത്തി. ഇപ്പോൾ നമുക്കറിയാലോ, ഈ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ വളർത്തിക്കൊണ്ടുവന്നിരുന്നതായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങൾ അവരെ തന്നെ തിന്നു തീർക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. തിരിഞ്ഞുകൊത്താൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ആകാശിൻ്റെയും അർജുൻ്റെയും ഒക്കെ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എല്ലാവരും ഇങ്ങനെയുള്ള പിന്നീട് അത് ഭസ്മാസുരൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവന്മാരൊക്കെ അങ്ങനെയായി മാറുകയാണ് ചെയ്യുന്നത്. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങൾക്ക് വരം കൊടുത്ത് വളർത്തി വലുതാക്കി അവർ പിന്നീട് CPM-നെ വെട്ടാനായിട്ട് ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ ക്രിമിനലുകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സമീപനം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ലതല്ല എന്നുള്ളതാണ് പൊതുവായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യം. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാപ്പ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരാളെ പാർട്ടിയിലേക്ക് പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്നാൽ അയാളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലമാണ് എങ്കിൽ അയാളെ പിന്നീട് പതുക്കെ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും കൊണ്ടുവരാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ക്രിമിനലുകൾ രാഷ്ട്രീയ നേതാക്കളായിട്ട് മാറിത്തീരും. ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരവധി ക്രിമിനലുകളെ MP ആയിട്ട് ജയിലിൽ നിന്ന് മത്സരിക്കുന്ന ആൾക്കാർ നേരത്തെയും ജയിലിൽ കിടന്ന് മത്സരിക്കുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇത് ക്രിമിനൽ കാരണങ്ങൾ കൊണ്ട് ജയിലിൽ കിടക്കുക, പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവരെ സഹായിക്കുന്നു, അവർ പുറത്തു വരുന്നു, അവർ പാർലമെൻറ്റിൽ വരുന്നു. അങ്ങനെ നിരവധി ക്രിമിനലുകളിൽ ഉള്ള ഒരു പാർലമെൻറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന്. ഇത് ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രീയത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അതിനെ എതിർക്കേണ്ടതാണ്.
അപ്പോൾ അതിനെ എതിർക്കേണ്ട ഒരു സമീപനം ഇപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കാം. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ ഉദയഭാനു പറഞ്ഞ ഒരു ക്യാപ്സ്യൂൾ, അതായത് ഈ പറയുന്ന ശരൺ ചന്ദ്രൻ അയാളാണ് ഇപ്പം വന്നത്. അയാൾ എല്ലാ കാലത്തും ക്രിമിനൽ അല്ല, അല്ലെങ്കിൽ അയാൾ കാപ്പ ചുമത്തിയെന്ന് പറഞ്ഞിട്ട് അയാൾ ക്രിമിനൽ ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തൊരു ന്യായീകരണം ഒരു CPM ജില്ലാ സെക്രട്ടറി. അത്തരം ന്യായീകരണങ്ങളാണ് ഈ എല്ലാ പാർട്ടികളെയും ജീർണയിലേക്ക് നാശത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഇവൻ ക്രിമിനലാണ്, പക്ഷെ അത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ക്രിമിനലല്ല എന്ന വാദമാണ് അതിൻ്റെ അകത്തുള്ളത്. ക്രിമിനൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. ക്രിമിനൽ അല്ലാതെ ഒരാളെ മാറ്റി തീർക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരു ക്രിമിനലിനെ നല്ല രീതിയിലേക്കും നല്ല ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നത് നമുക്ക് വേണമെങ്കിൽ നല്ല പാഠമായിട്ട് കണക്കാക്കാം. ജയിൽ അതിന് തന്നെയാണല്ലോ അല്ലേ, ക്രിമിനലായ ഒരാളെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അല്ല, ശരിക്കും നമ്മുടെ ഒരു ജയിൽ സംവിധാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ക്രിമിനലുകളെ സാധാരണ രീതിയിലേക്ക് മുഖ്യധാര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, മാനസാന്തരപ്പെടുത്തിയിട്ട്. അപ്പോൾ അതിനുള്ള സമീപനമാണ് രാഷ്ട്രീയ പാർട്ടി നടത്തണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. മറിച്ച് ആ ക്രിമിനലിൻ്റെ ഗുണ്ടാപ്പണി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് സമൂഹത്തിന് അപകടകരമാണ്. ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഈ ക്രിമിനലുകളെ നേതാക്കളാക്കി വളർത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ കൂടെ നിന്ന് കുറേ ക്രിമിനൽ പ്രവർത്തനം നടത്തി, അപ്പോൾ അവൻ എന്താ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒരു കൃത്യമായ ധാരണ മറ്റേ പാർട്ടിയിലേക്ക് വന്നു. അപ്പോൾ CPM-ന് കൃത്യമായ ലക്ഷ്യങ്ങളും കൃത്യമായ പ്ലാനും ഉണ്ടല്ലോ. ഓരോ കാര്യത്തിലും അവർ കൃത്യമായ പദ്ധതികളോടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. നേരത്തെ തന്നെ ബോംബ് പൊട്ടി 2 പേര് മരിച്ചു. മരിച്ചപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്കാരല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ പാർട്ടിക്കാർ തന്നെ ഇവർക്കെതിരാകുമെന്ന് കണ്ടപ്പോൾ അതിനു മുമ്പ് ബോംബ് പൊട്ടി മരിച്ച 2 പേർക്ക് വേണ്ടി പെട്ടെന്നൊരു സ്മാരകം ഉയർത്തുന്നത്. അപ്പോൾ എവിടെയാണ് കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് വെക്കേണ്ടതെന്ന് CPM-ന് അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ആ സ്റ്റെപ്പുകളൊക്കെ പാഴായി പോകുന്ന സ്റ്റെപ്പുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേര് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? ഇല്ലല്ല. എല്ലാവരും അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ല എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ ഇവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഇവർക്കതൊക്കെ ചെയ്യാൻ അവർ ബാധ്യസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്. അതവരുടെ ഒരു എന്താണ് ഒരു ഗതികേടാണ് ശരിക്കും പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ ബംഗാളിലേക്ക് വന്നാൽ, ബംഗാളിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംവിധാനങ്ങളെ മുഴുവനും തീറ്റിപ്പോറ്റിയിരുന്നും വളർത്തിയിരുന്നതും CPM ആയിരുന്നു, CPM ഭരണകാലത്ത്. അതുകൊണ്ടാണ് അതിനെ ഗുണ്ടാ സ്റ്റേറ്റ് എന്നുവരെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവരുടെ നിന്ന് ഭരണം നഷ്ടപ്പെട്ട സമയത്ത് ഈ ഗുണ്ടകളെല്ലാം ഇവർക്കെതിരായിട്ട് മാറി. അവിടെ ഉണ്ടായിരുന്ന CPM-ന്റെ ഓഫീസ് വരെ ഈ എല്ലാ ഗുണ്ടകളും എന്ത് ചെയ്തു? കൂട്ടമായിട്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും വാർത്തകൾ വായിക്കുന്നത്. ഇപ്പോഴും അവർക്ക് അവിടെ ജീവിക്കാൻ പാടില്ലാത്തായിട്ടുള്ള സ്ഥിതിയുണ്ട്. കേരളം പക്ഷേ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ്. ഗുണ്ടകൾ അവിടെ തന്നെ ഉണ്ടല്ലേ? അല്ല, ഗുണ്ടകൾ ഒരിക്കലും പോകുന്നില്ല. ഗുണ്ടകളാണ് എല്ലാം നയിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല. കാരണം നമ്മൾ ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും ഗുണ്ടകളായി തന്നെ കാണുകയും അവരെ അകറ്റി നിർത്തണമെന്ന് പറയുകയും ചെയ്യുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു സമീപനത്തിന് പ്രസക്തി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും പ്രായത്തിൽ കൂടുതലുള്ള ആളുകൾ കാണിക്കുന്നതാണ് പിന്നീടുള്ളവർ അനുകരിക്കുന്നത്. അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അവർ നൽകുന്ന ഒരു പിന്തുണയാണ് ഈ താഴെ തട്ടിലുള്ളവർക്ക് നൽകുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയപ്പോൾ 2-3 യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികരിച്ചു. അവരെ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഉപയോഗിച്ച് അടിച്ചു. അപ്പോൾ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന്. അപ്പോൾ നിയമസഭയിൽ വീണ്ടും ആവർത്തിക്കുകയാണ്, അവർ നടത്തിയ രക്ഷാപ്രവർത്തനം തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തിന്നുന്ന രാജാവിനെ കൊല്ലുന്ന മന്ത്രിയോ അങ്ങനെയൊക്കെ പറയുന്ന പോലുള്ള അവസ്ഥയല്ലേ? അല്ല, അതാണല്ലോ കുഴപ്പം. കാരണം വെച്ചാൽ ഇതിനൊക്കെ രക്ഷാപ്രവർത്തനമായിട്ട് ന്യായീകരിച്ച് കഴിയുമ്പോൾ എല്ലാ അക്രമങ്ങളെയും രക്ഷാപ്രവർത്തനമായിട്ട് ന്യായീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ ക്രിമിനലുകൾ ന്യായീകരിക്കേണ്ട ഗതികേട്ടിലേക്ക് വരും. അത് ആത്യന്തികമായിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് മാത്രമായിട്ട് കാരണമായി തീരുന്നത്. കാരണം ക്രിമിനലുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല. നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? നമുക്കെന്തിനാണ് ഗവൺമെൻറ്? നമുക്കെന്തിനാണ് നിയമങ്ങളൊക്കെ വെച്ചാൽ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് സ്വതന്ത്രമായും സ്വസ്ഥമായും ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ പൊതുവെ എല്ലാവരും നടത്തണം. നമ്മൾക്ക് പലപ്പോഴും ചിലപ്പോൾ നിയമപരമായ രീതിയിലോ അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ആചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ ഒക്കെ പേരിൽ പലതരത്തിലുള്ള വിവേചനങ്ങളുണ്ടാകുമ്പോൾ ആ വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടം ആണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വസ്ഥതയും സമാധാനവും സ്വാതന്ത്ര്യവും അതാണ് അവൻ ആവശ്യപ്പെടുന്നത്. അതിനുവരെ ഗുണ്ടകളെ കയറ്റി ഓരോ സ്ഥലത്തിരുത്തി കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോവും, ഉള്ള സ്വാതന്ത്ര്യം പോവും, നമുക്ക് ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതിനെ ജനം എതിർക്കും. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരിക്കലും നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഈ എന്താണ് ഗുണ്ടകൾ, തെമ്മാടികൾ, പോക്കിരികൾ അവരൊന്നും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല എന്ന സമീപനമാണ് വേണ്ടത്.
കൊയിലാണ്ടിയിൽ ഒരു കലാലയത്തിലെ പ്രിൻസിപ്പളിനെ ഒരു വിദ്യാർത്ഥി, അതായത് SFIയുടെ നേതാവ് പറയാണ്, 2 കാലും കുത്തി ഈ കോളേജിലേക്ക് വരണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ മറ്റൊന്ന്, കുറേ ആളുകളുടെ ഇടയ്ക്കൂടെ ഒരു പ്രവർത്തകൻ ഈ പ്രിൻസിപ്പളിൻ്റെ കർണത്തടിക്കുന്നു. പക്ഷേ പ്രിൻസിപ്പളിനെതിരെ കേസ് വരുന്നു, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കോടതിയിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറയുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ ചുട്ടെടുക്കുന്ന സ്ഥാപനങ്ങളായി കലാലയങ്ങളെ അല്ല, ഒരുതരം ഫാക്ടറി ആയി മാറുകയാണ് ചെയ്യുന്നത് ഇത്തരം ക്രിമിനൽ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, SFI നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിനെതിരെ പോരാടി വന്നാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ക്രിമിനലും തെമ്മാടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരായിരുന്നു. കാരണം അധികാരം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ളൊരു പോരാട്ടത്തിലൂടെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI പച്ച പിടിച്ച് വളർന്നു വലുതായത്, വികസിച്ചത്. അപ്പോൾ അന്ന് അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഈ CPIൻ്റെ ഭരണം വ്യാപകമാകുകയും ആ ഭരണത്തിൻ്റെ കീഴിൽ ഗുണ്ടകൾ വളരുകയും അങ്ങനെ ഇവരുടെ സംഭാഷണ രീതി, ഇവരുടെ ഭാഷ തന്നെ മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ 2 കാലിൽ നടക്കാൻ പ്രിൻസിപ്പലും അതുപോലെ തന്നെ കുട്ടികളുടെ കരണത്തൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കേണ്ടതില്ല. പക്ഷേ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാൻ പോലും പാടില്ല എന്നുള്ള നിയമം അധ്യാപനത്. കാരണം നമ്മൾ ഈ അധ്യാപകരുടെ ജോലി എന്താണ്? കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നല്ല മനുഷ്യരാക്കി മാറ്റലാണ്. അതെ, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ തന്നെ പല സ്ഥലത്തും പറയുന്നത് ഇറ്റ്സ് എ മാൻ മേക്കിംഗ് പ്രോസസ്സാണ്. അങ്ങനെ മനുഷ്യനെ നിർമ്മിക്കാൻ പോകുന്ന ഈ അധ്യാപകൻ്റെ കാലും തല്ലിയൊടിക്കുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് അടപ്പ് വിട്ടു എന്നൊക്കെ പറയുന്നത്, ആ ഭാഷ എങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവണം എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ സംസാരിക്കാൻ ആർക്കാണ് കഴിയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്രിമിനലുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദ്രോഹകരമായ, സമൂഹത്തിലെ ഏറ്റവും ദ്രോഹകരമായ കാര്യമാണ്. അത്തരം ക്രിമിനലുകൾ നിർമ്മിക്കുക, അവർക്ക് അത്തരം ഭാഷ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയേണ്ടത്? ഇങ്ങനെ ചെയ്യുന്നവരെ ആ പ്രദേശത്ത് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രസ്ഥാനത്തിൽ ഒരിക്കലും കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വലിയ തെമ്മാടി സംഘമായി മാറുകയാണ് ചെയ്യുന്നത് SFI എന്ന് പറയുന്നത്. അങ്ങനെ തെമ്മാടി സംഘമായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരു ഭാഷ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അധ്യാപനെതിരെ അങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ ടീച്ചർ മോശമായിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറാനായിരിക്കും, വേറെ കാര്യം. പക്ഷെ അപ്പോൾ അവർക്ക് ശവകുടീരം തീർക്കുക, അത് മഹാരാജാസിൽ അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ കസേര എത്തിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോഴൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി മാതൃസംഘടന വരുന്നു. അതാണ് പ്രശ്നം. അത് ഒഴിവാക്കിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഭാഷയും ഇത്തരത്തിലുള്ളതായിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളും കുട്ടിക്രിമിനലുകൾ വളരാതിരിക്കുകയുള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റികൾ പലതും കൂടിയല്ലോ, കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഇതെല്ലാം കൂടിയപ്പോൾ അവർ പറഞ്ഞ പ്രധാന കാരണം നേതാക്കളുടെ ഈ സമീപനത്തിൽ മാറ്റം വരണം, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകണം എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെന്ന് പറയുന്നത് ഒരു ധാർഷ്ട്യത്തോടെ, ഒരു അഹംഭാവത്തോടു കൂടിയാണ് സാധാരണ ജനങ്ങളോട് പെരുമാറുന്നത്, ഇടപെടും. അവരെ അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താ? ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയോ ഒക്കെ ഒരു സ്വഭാവമല്ലേ, അതല്ലേ താഴോട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഇനി മാറും? അല്ല, അതിപ്പോൾ നമ്മൾ കണ്ടല്ലേ, ഈ മോദിയുടെ മുഖം മൂടി വെച്ചിട്ട് ഒരുപാട് മോദികൾ പല സ്ഥലത്ത് നടക്കാറുണ്ടല്ലോ. അതേപോലെ ഇവിടെ ഈ CPMൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു റോൾ മോഡലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്, ജില്ലാ സെക്രട്ടറിമാർ, പിന്നെ ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാർ, ഇവരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്തും ഓരോരോ പിണറായി കാണാം. അങ്ങനെ എല്ലാ സ്ഥലത്തും പിണറായിയെ പ്രസവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. അതിൻ്റെ ഒരു ദുരന്തമാണത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഈ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം, അതിൻ്റെ ധാർഷ്ട്യം, അത് പിന്നെ ആരുടെ മുഖത്തേക്കും അതുപോലെ ആരുടെ ജീവിതത്തിലേക്കുമാണ് ഇവർ പാർത്തി വെച്ച ജനങ്ങളുടെ ഇതിൽ. അപ്പോൾ ജനങ്ങളുടെ മേൽ ഒരു പിണറായിയെ സ്ഥാപിച്ചതാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ ഒരു ദുരന്തമായിട്ട് കണക്കാക്കുന്നത്. അതായത് പിണറായി വിജയൻ മാത്രമല്ല, കേരളത്തിലെ CPMൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും ഓരോ പിണറായി കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ പിണറായി ഈ പിണറായിയെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ധാർഷ്ട്യമാണ് പാർട്ടിയുടെ ധാർഷ്ട്യമായിട്ട് മാറിത്തീരുന്നത്. ഇത് തിരുത്തണമെങ്കിൽ ആരാണ് തിരുത്തേണ്ടത്? ലോക്കൽ സെക്രട്ടറി അല്ല തിരുത്തേണ്ടത്, സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് തിരുത്തേണ്ടത്. അവരുടെ സ്വഭാവം വിനയത്തോടുകൂടിയും മര്യാദയോടുകൂടിയായി മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാതൃകയായിട്ട് ഈ ജില്ലാ സെക്രട്ടറിയും
ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയൊക്കെ സ്വീകരിക്കും. ഇതിവർ സ്വീകരിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങളെ ഇവൻ്റെ കാരണത്തടിക്കും. അങ്ങനെയുള്ളത് അവസാനിക്കുന്നത്. ഇതിനൊരു പരിധി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ജനങ്ങൾക്ക് കൈയിട്ട് വാരാൻ തുടങ്ങും. ആരാ അവിടെ അടികൊണ്ട് കിടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിഞ്ഞില്ലേ നമ്മുടെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആണെന്ന് പറയും. ആ തരത്തിൽ ജനങ്ങളെ ഇവരെ തല്ലുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ ചിലപ്പോൾ ഇവർ തിരുത്തുകയുള്ളൂ. ഇപ്പം ചിലപ്പോൾ തിരുത്തില്ലായിരിക്കും. ക്രിമിനലുകളെ നേതാക്കളാക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപഴകുന്ന, ജനങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയെ വരാൻ പറ്റുമോ? അല്ല, മുൻകാലങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാർ വളരെ കുറവായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് ആയിരുന്നു ഒന്ന് അധികാരത്തിലായിരുന്നു, ഗുണ്ടകൾ മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പ്രദേശത്ത് ആലുവയിൽ, എൻ്റെ പ്രദേശത്ത് എൻ്റെ അച്ഛനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നതിന് മുമ്പ് PG രാഘവൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ നിന്ന് ആലുവയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വന്നു. അയാളെ ആലുവയിലുള്ള കോൺഗ്രസ്സുകാരെ കൂടി തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ തല്ലിക്കൊല്ലുന്ന ഒരു കാലം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടേതാണ് തങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തിയിട്ടായിരുന്നു. അന്ന് അവർക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല, നഗ്നപാതരായി നടന്നവർ, മുണ്ടുണ്ടായിരുന്നില്ല, ഒറ്റമുണ്ട് മാത്രം എടുത്ത് നടന്നവർ. ഈ ഒറ്റമുണ്ട് മാത്രം എടുത്ത് നടന്ന നഗ്നപാതരായ പഴയകാല കമ്മ്യൂണിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരുന്നതിനുള്ള അംബാസഡർമാരായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർ തല്ലുകൊണ്ട്, അവരെപ്പോലുള്ള നിരവധി ആളുകൾ തല്ലുകൊണ്ട് പ്രവർത്തിച്ച് വലുതാക്കിയ പ്രസ്ഥാനത്തിൽ അന്നത്തെ ആ പൈതൃകത്തെ വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളാണ് ഇന്നത്തെ നേതാക്കന്മാർ. പൈതൃകം വിറ്റ് ജീവിക്കുന്നവരാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് തിരിച്ചറിയും ജനം. കുറേ കഴിയുമ്പോൾ ജനം തിരിച്ചറിഞ്ഞാൽ ജനം അതിനനുസരിച്ച് സമ്മാനം അവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.